ഏലിയുടെ കൊച്ചുമകനും കഫർനാമിലെ ഒരു പരീശനും സുഖം പ്രാപിക്കുന്നു. 1945 മെയ് 11 ഈശോ വള്ളത്തിൽ കഫർനാമിൻ്റെ അടുത്തെത്തി. സൂര്യൻ അസ്തമിക്കാറായി. ചുവപ്പ്, മഞ്ഞ എന്നീ നിറങ്ങൾ തട്ടി കായൽ മിന്നിത്തിളങ്ങി. 2 വള്ളങ്ങൾ കരയിലേക്ക് അടുക്കാൻ തുടങ്ങിയപ്പോൾ യോഹന്നാൻ പറഞ്ഞു, ഞാൻ പോയി ആ നീരുറവിയിൽ നിന്നും വെള്ളം എടുത്തു കൊണ്ടുവരാം. അങ്ങയുടെ ദാഹം തീരട്ടെ. ഇവിടുത്തെ വെള്ളം നല്ലതാണല്ലോ. അന്ത്രയോസ് അത്ഭുതപ്പെട്ടു. അതെ, ഈ വെള്ളം നല്ലതാണ്. നിങ്ങളുടെ സ്നേഹം ഇതിനെ കൂടുതൽ നല്ലതാക്കുന്നു. മത്സ്യങ്ങളെ ഞാൻ വീട്ടിലേക്ക് കൊണ്ടുപോകാം. സ്ത്രീകൾ അത് അത്താഴത്തിനു വേണ്ടി പാകം ചെയ്യും. പിന്നീട് അങ്ങ് ഞങ്ങളോടും മറ്റുള്ളവരോടും സംസാരിക്കുമോ? അതേ പത്രോസേ, ഞാൻ അങ്ങനെ ചെയ്യാം. വീട്ടിൽ തിരിച്ചെത്തിയ ഈ അവസരത്തിൽ പതിവിലും കവിഞ്ഞ സന്തോഷം തോന്നുന്നു. മുമ്പൊക്കെ ഞങ്ങൾ അലഞ്ഞു നടക്കുകയായിരുന്നു. എന്നാൽ സ്ത്രീകൾ അനുയായികളായി വന്നതോടെ കാര്യങ്ങൾ കൂടുതൽ ക്രമത്തിലായി. ഞങ്ങൾക്ക് കൂടുതൽ സ്നേഹവും കിട്ടിത്തുടങ്ങി. കൂടാതെ അവിടുത്തെ അമ്മയെ കാണുമ്പോൾ എല്ലാ ക്ഷീണവും ഞാൻ മറന്നു പോകുന്നു. അതെങ്ങനെയെന്ന് എനിക്കറിഞ്ഞുകൂടാ. ഈശോ പുഞ്ചിരിച്ച് നിശബ്ദനായി നിന്നു. വള്ളം പരിപരുത്ത കരയോടടുത്തു. ചെറിയ കാലുറ ധരിച്ച് യോഹന്നാനും അന്ത്രയോസും വെള്ളത്തിലേക്ക് ചാടിക്കയറി. ചില ചെറുപ്പക്കാരുടെ സഹായത്തോടെ അവർ വള്ളം കരയിലേക്ക് അല്പം കയറ്റി ഉറപ്പിച്ചു നിർത്തി. ആദ്യം പുറത്തു വന്നത് ഈശോയാണ്. എല്ലാ ശിഷ്യന്മാരും എത്തിച്ചേരുന്നതിന് വേണ്ടി 2ാമത്തെ വള്ളം വരുന്നതുവരെ അദ്ദേഹം കാത്തുനിന്നു. പിന്നെ അവർ നീരുറവയുടെ അടുത്തേക്ക് പതിയെ നടന്നു. ഗ്രാമത്തിന് തൊട്ടപ്പുറത്തുള്ള പ്രകൃതിദത്തമായ ആ നീരുറവയിൽ ധാരാളം വെള്ളമുണ്ടായിരുന്നു. വെണ്മയാർന്ന തണുത്ത ആ വെള്ളം ഒരു കൽത്തളത്തിൽ കെട്ടി നിൽക്കുകയാണ്. യോഹന്നാൻ ഒരു ഭരണിയുമായി നേരത്തെ തന്നെ പോയിരുന്നതിനാൽ വെള്ളം ശേഖരിച്ച് ഈശോയുടെ അടുത്തെത്തി അവിടത്തേക്ക് കുടിക്കാൻ കൊടുത്തു. ദീർഘനേരം എടുത്ത് ഈശോ അത് കുടിച്ചു. എൻ്റെ ഗുരു, അങ്ങ് എത്രയധികം ദാഹിച്ചാണ് ഇരുന്നത്. മരമണ്ടനായ ഞാൻ അല്പം വെള്ളം കരുതിയിരുന്നതുമില്ല. യോഹന്നാനെ, അത് സാരമില്ല, അതൊക്കെ കഴിഞ്ഞല്ലോ. ഈശോ തൻ്റെ ശിഷ്യനെ തലോടി. അവർ തിരിച്ചെത്തിയപ്പോഴേക്കും ശിമയോൻ അതിവേഗത്തിൽ ഓടിവരുന്നു. അദ്ദേഹം മത്സ്യമെടുക്കാൻ വേണ്ടി വീട്ടിൽ പോയിരുന്നതാണ്. വീർപ്പ് മുട്ടിക്കൊണ്ട് പത്രോസ് പറഞ്ഞു, ഗുരു, ഗുരു, ഗ്രാമത്തിലാകെ ഒരു ബഹളം. പരീശനായ ഏലിയുടെ ഒരേ ഒരു ചെറുമകൻ പാമ്പ് കടിയേറ്റ് മരിക്കാറായി കിടക്കുന്നു. അമ്മ പറഞ്ഞത് കേൾക്കാതെ അവൻ മുത്തശ്ശനോടൊപ്പം ഒലിവ് തോട്ടത്തേക്ക് പോവുകയായിരുന്നു. ഏലി തോട്ടത്തിലെ ചില പണികൾ ചെയ്യിപ്പിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ ആ കുഞ്ഞൊരു പഴയ ഒലിവ് മരത്തിൻ്റെ ചുവട്ടിലിരുന്ന് കളിക്കുകയായിരുന്നു. ഒരു പല്ലിയെ പിടിക്കാൻ വേണ്ടി അവൻ ഒരു പുനത്തിലേക്ക് കൈയിട്ടു. എന്നാൽ അതൊരു പാമ്പായിരുന്നു. ആ വൃദ്ധൻ വളരെ പരിഭ്രാന്തനായി തീർന്നിരിക്കുകയാണ്. കുട്ടിയുടെ അമ്മയ്ക്ക് നേരത്തെ തന്നെ അമ്മായി അപ്പനോട് ഇഷ്ടമില്ല. ഇത് മനഃപൂർവ്വം ചെയ്തതാണെന്ന് ധരിച്ച് അവൾ അയാളെ കുറ്റപ്പെടുത്തുന്നു. ബന്ധുക്കളാണെങ്കിൽ പരസ്പരം സ്നേഹമില്ലാത്തവർ. അതിനാൽ അവരൊന്നും അങ്ങോട്ട് അത്ര അടുക്കുന്നില്ല. കുടുംബ വഴക്ക് ഒരിക്കലും ഒരു നല്ല കാര്യമല്ല, ഈശോ പറഞ്ഞു. ശരി ഗുരു, പാമ്പുകൾക്ക് മഹാസർപ്പമായ ഏലിയെ ഇഷ്ടമില്ലായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടാണ് അവ ആ കൊച്ചുകുട്ടിയെ കൊന്നത്. അയാൾ എന്നെ കാണുകയും ഗുരു അവിടെ ഉണ്ടോ എന്ന് വിളിച്ചു ചോദിക്കുകയും ചെയ്തു. അതിലെനിക്ക് വിഷമമുണ്ട്. ആ കുഞ്ഞ് നിഷ്കളങ്കനാണ്. ഒരു പരീശൻ്റെ കൊച്ചുമകനായി പിറന്നത് അവൻ്റെ കുറ്റം കൊണ്ടല്ലല്ലോ. തീർച്ചയായും അത് അവൻ്റെ കുറ്റമല്ല. അവർ ആ ഗ്രാമത്തിലേക്ക് നടന്നു. അവിടെ ഒരു കൂട്ടം ആളുകൾ കരയുകയും ഒച്ചവെക്കുകയും ചെയ്യുന്നു. ഏലിയെ അനുഗമിച്ച് അവർ ഈശോയുടെ അടുത്തേക്ക് വരികയാണ്. ഏലി നമ്മളെ കണ്ടിരിക്കുന്നു, നമുക്ക് തിരികെ പോകാം. എന്തിന്? ആ വൃദ്ധൻ വളരെ വിഷമിച്ചിരിക്കുകയാണ്. ആ മനുഷ്യൻ അങ്ങയെ വെറുക്കുന്നു, അത് ഓർമ്മ വേണം. ആദ്യമായും ഏറ്റവും ശക്തമായും ദേവാലയത്തിൽ വെച്ച് അങ്ങയെ വിമർശിച്ചത് ഇയാളാണ്. ഞാൻ കാരുണ്യവാനാണ്, ഈ കാര്യം എനിക്ക് ഓർമ്മയുണ്ട്. വിറളി പിടിച്ച ആ വൃദ്ധൻ മുഷിഞ്ഞ കുപ്പായമിട്ട് ഈശോയുടെ അടുത്തേക്ക് ഓടി വന്നു. കൈകൾ ഇരുവശത്തേക്കും നീട്ടി ഈശോയുടെ പാദങ്ങളിൽ വീണുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, കാരുണ്യവാനെ, കാരുണ്യവാനെ, എന്നോട് ക്ഷമിക്കുക. എൻ്റെ നടപടികളുടെ പേരിൽ നിഷ്കളങ്കനായി ഈ കുഞ്ഞിനെ ശിക്ഷിക്കരുതേ. അവനെ രക്ഷിക്കാൻ കഴിയുന്ന ഒരേയാൾ അങ്ങ് മാത്രമാണ്. അവിടുത്തെ പിതാവായ ദൈവമാണ് അങ്ങയെ ഇവിടെ എത്തിച്ചത്. ഞാൻ അങ്ങയിൽ വിശ്വസിക്കുന്നു. ഞാൻ അങ്ങയെ ബഹുമാനിക്കുന്നു. ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. എന്നോട് ക്ഷമിക്കുക. ഞാൻ മര്യാദകെട്ടവനായിരുന്നു. ഞാനൊരു അഗസ്ത്യവാദിയായിരുന്നു. എനിക്കതിൻ്റെ ശിക്ഷ കിട്ടിക്കഴിഞ്ഞു. ഞാനിപ്പോൾ ആ ശിക്ഷയുടെ ഫലം അനുഭവിക്കുകയാണ്. എന്നെ സഹായിക്കുക. എൻ്റെ മരിച്ചുപോയ മകൻ്റെ ഏകപുത്രനാണ് ഈ കുട്ടി. ഞാനാണ് അവനെ കൊന്നതെന്ന് എൻ്റെ മരുമകൾ എന്നെ കുറ്റപ്പെടുത്തുന്നു. ഏലി ആവർത്തിച്ച തലതറയിൽ ഇടിച്ചുകൊണ്ട് കരഞ്ഞു.
വരൂ, ഇങ്ങനെ കരയേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ കൊച്ചുമകനെ ഒരു നോക്കു കാണാതെ മരിക്കാനാണോ നിങ്ങളുടെ ആഗ്രഹം? അവൻ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതെ, അവൻ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു പക്ഷേ അവനിപ്പോൾ മരിച്ചു കാണും. ഞാനും മരിക്കാൻ പോവുകയാണ്. ശൂന്യമായ ആ വീട്ടിൽ ഇനി താമസിക്കാൻ എനിക്ക് ആഗ്രഹമില്ല. ഓ, എൻ്റെ കഷ്ടത പിടിച്ച അവസാന നാളുകൾ. ഏലി, എഴുന്നേൽക്കൂ, നമുക്ക് പോകാം. അങ്ങ് വരുമെന്ന് പറയുന്നത് നേരാണോ? ഒരുപക്ഷെ ഞാൻ ആരാണെന്ന് അങ്ങേക്ക് അറിയില്ലായിരിക്കും. ദുഃഖിതനായ ഒരു മനുഷ്യൻ. നമുക്ക് പോകാം. ആ മനുഷ്യൻ എഴുന്നേറ്റ് നിന്ന് ഇപ്രകാരം പറഞ്ഞു: ഞാൻ മുന്നിൽ പോകാം, ഓടി ഓടി പോകാം. അങ്ങ് വേഗം വരണേ. അയാൾ അതിവേഗം വീട്ടിലേക്ക് പോയി. കാരണം അയാളുടെ മനസ്സ് അത്രയ്ക്ക് വേദനിച്ചിരുന്നു. എങ്കിലും ഗുരു അയാളുടെ മനസ്സ് മാറ്റിയെടുക്കാമെന്ന് അങ്ങ് വിചാരിക്കുന്നുണ്ടോ? ഹോ, അതൊരു ഫലവുമില്ലാത്ത അത്ഭുതം. ആ പാമ്പി കുഞ്ഞങ്ങ് ചാവട്ടെ. ഹൃദയം തകർന്ന ആ കിഴവനും തൊലയട്ടെ. അങ്ങനെ അങ്ങയുടെ വഴിയിൽ ഒരു തടസ്സമെങ്കിലും നീങ്ങിക്കിട്ടും. ദൈവം അങ്ങനെയായിരിക്കും വിചാരിക്കുന്നത്. ശമയോൻ, സത്യം പറഞ്ഞാൽ നീ ഇപ്പോൾ ഒരു സർപ്പമായി തീർന്നിരിക്കുകയാണ്. ഈശോ പത്രോസിനെ കഠിനമായി ശാസിച്ചു. പത്രോസ് തലകുനിച്ച് ഈശോയെ അനുഗമിച്ചു. കഫർനാമിലെ ഏറ്റവും വലിയ നാൽക്കവലയ്ക്ക് അടുത്തുള്ള ഏറ്റവും മനോഹരമായ ഒരു വീടിൻ്റെ അടുത്തെത്തി. ദയനീയമായ മുറവിളി കൂട്ടിക്കൊണ്ട് ഒരു വലിയ ജനക്കൂട്ടം അവിടെ നിൽപ്പുണ്ട്. ഈശോ ആ വീട്ടിലേക്ക് ചുവടുകൾ വെച്ചപ്പോൾ വൃദ്ധനായ ഏലിയും വേദന കൊണ്ട് പിടയുന്ന ഒരു കൊച്ചു കുഞ്ഞിനെ വഹിച്ചുകൊണ്ട് ക്ഷീണിതയായ ഒരു യുവതിയും വിശാലമായ വാതിലിലൂടെ പുറത്തേക്ക് വന്നു. വിഷമേറ്റ ആ കുഞ്ഞിൻ്റെ അവയവങ്ങൾ നിശ്ചലമായിരിക്കുകയാണ്. അവൻ്റെ മരണം അത്യാസന്നമായിരിക്കുന്നു. കടിയേറ്റ പാട് തള്ളവിരലിൽ വ്യക്തമായി കാണാം. ആ കൈ തൂങ്ങിക്കിടപ്പുണ്ട്. ഈശോ, ഈശോ, ഏലി നിലവിളിച്ചു. ജനക്കൂട്ടത്തിൻ്റെ തള്ളലേറ്റ് വിഷമിച്ച ഈശോ കുഞ്ഞിൻ്റെ അടുത്തെത്തി. അവൻ്റെ കൈയെടുത്ത് തൻ്റെ വായിൽ വെച്ചു. മുറിപാടിൽ നിന്ന് വിഷം വലിച്ചെടുത്തു. നിശ്ചലമായ മുഖത്ത് പകുതി അടഞ്ഞ കണ്ണുകളിലും അവിടുന്ന് ഊതി. അവിടുന്ന് കൈ ഉയർത്തിക്കൊണ്ട് പറഞ്ഞു: ഇതാ, അവനിപ്പോൾ എഴുന്നേൽക്കും. പരിഭ്രമം കാണിച്ച് നിങ്ങൾ അവനെ പേടിപ്പിക്കരുത്. ആ പാമ്പിൻ്റെ കാര്യം ഓർക്കുമ്പോൾ തന്നെ അവൻ പേടിച്ചേക്കും. മുഖം കരിനീലച്ചിരുന്ന ആ കുട്ടി ഒരു വലിയ കോട്ടുവായിട്ടുകൊണ്ട് കണ്ണു തുടച്ച് ഉണർന്നു. ധാരാളം ആളുകൾ ചുറ്റും നിൽക്കുന്നത് കണ്ട് അവൻ അത്ഭുതപ്പെട്ടു. പെട്ടെന്ന് അവൻ പാമ്പിൻ്റെ കാര്യം ഓർക്കുകയും ഓടി രക്ഷപ്പെടാനെന്ന വണ്ണം പൊളയുകയും ചെയ്തു. ഈശോ കയറി പിടിച്ചില്ലായിരുന്നുവെങ്കിൽ അവൻ താഴെ വീഴുമായിരുന്നു. അവിടുന്ന് കുട്ടിയോട് പറഞ്ഞു: കൊള്ളാം, കൊള്ളാം, നീ എന്തിനാണ് ഭയപ്പെടുന്നത്? അതാ നോക്കൂ, സൂര്യൻ എത്ര മനോഹരമായിരിക്കുന്നു. അപ്പുറത്ത് കായൽ, പിന്നെ നിന്റെ വീട്, അമ്മ, മുത്തച്ഛൻ എല്ലാം ഇവിടെ ഉണ്ടല്ലോ. ആ പാമ്പ് എവിടെ? അത് പോയി. എന്നാൽ ഞാൻ വന്നു. അതെ, അങ്ങ്. അല്പനേരം ആലോചിച്ച ശേഷം സഹജമായ നിഷ്കളങ്കതയോടെ അവൻ പറഞ്ഞു: അങ്ങയെ ശപിക്കപ്പെട്ടവൻ എന്ന് വിളിക്കാൻ മുത്തച്ഛൻ എന്നോട് കൂടെ കൂടെ പറയാറുണ്ട്. പക്ഷേ ഞാൻ അങ്ങനെ വിളിക്കില്ല. ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു, തീർച്ചയായും സ്നേഹിക്കുന്നു. ഞാനോ? ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. ഈ കുഞ്ഞെന്തോ പിച്ചും പേയും പറയുകയാണ്. അവൻ പറയുന്നത് വിശ്വസിക്കരുത്. ഗുരു, അങ്ങയെ ഞാൻ ബഹുമാനിച്ചിട്ടേ ഉള്ളൂ. ഭയം മാറിയതോടെ ഏലിയുടെ പഴയ സ്വഭാവം വീണ്ടും പ്രത്യക്ഷപ്പെട്ടു. വാക്കുകൾക്ക് വിലയുണ്ട്. അവക്ക് വിലയില്ലാതാക്കുകയും ചെയ്യാം. യഥാർത്ഥ അർത്ഥത്തിൽ അവ മനസ്സിലാക്കുവാൻ എനിക്ക് കഴിയും. കൊച്ചുകുട്ടി, സ്ത്രീയെ, ഏലി, ഞാൻ യാത്രയാവുന്നു. നിങ്ങൾ പരസ്പരം സ്നേഹിക്കുക. ഈശോ ചുറ്റും നോക്കിയിട്ട് തൻ്റെ വാസസ്ഥാനത്തേക്ക് നടന്നു. ഗുരു, നല്ല ഒന്നാന്തരം അത്ഭുതം അങ്ങ് കാണിച്ചു കൊടുക്കാത്തത് എന്താണ്? ആ കുഞ്ഞിൻ്റെ ശരീരത്തിൽ നിന്ന് വിഷം പുറത്തു പോകാൻ അങ്ങേക്ക് ആജ്ഞാപിക്കാമായിരുന്നു. അങ്ങ് ദൈവമാണെന്ന് സ്വയം കാണിച്ചു കൊടുക്കേണ്ടതായിരുന്നു. അതിനു പകരം മറ്റേതൊരു സാധാരണക്കാരനെ പോലും വിഷം വലിച്ചെടുക്കുകയാണല്ലോ അങ്ങ് ചെയ്തത്. യൂദാസ് കറിയോത്ത വലിയ അസന്തുഷ്ടി പ്രകടിപ്പിച്ചു. ആളുകളെ ഇളക്കുന്ന എന്തെങ്കിലും ഈശോ ചെയ്യണമെന്നായിരുന്നു അയാളുടെ ആഗ്രഹം. മറ്റുള്ളവരും ആ അഭിപ്രായത്തോട് യോജിച്ചു. അവർ പറഞ്ഞു: ശത്രുവിനെ അങ്ങയുടെ ശക്തി ഉപയോഗിച്ച് അടിച്ചമർത്തേണ്ടതായിരുന്നു. അയാളെപ്പറ്റി അങ്ങ് കേട്ടിട്ടുള്ളതാണല്ലോ. ഹേയ്, കാര്യം കഴിഞ്ഞപ്പോൾ തന്നെ അയാൾ വീണ്ടും വിഷം കൊണ്ടു നിറഞ്ഞല്ലോ. അയാളുടെ വിഷത്തിന് യാതൊരു പ്രാധാന്യവുമില്ല. എന്നാൽ നിങ്ങൾ ആഗ്രഹിച്ച പ്രകാരം ഞാൻ ചെയ്തിരുന്നുവെങ്കിൽ ബെൽസെബൂലിൻ്റെ സഹായത്തോടെയാണ് ഞാനത് ചെയ്തതെന്ന് അയാൾ പറയുമായിരുന്നു. ആ കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. നശിച്ചുപോയ അയാളുടെ ആത്മാവിനെ ഇപ്പോഴും വൈദ്യനെന്ന നിലയിലുള്ള എൻ്റെ ശക്തി മനസ്സിലാക്കുവാൻ കഴിവുണ്ട്. എന്നാൽ അതിൽ കവിഞ്ഞ് യാതൊന്നുമില്ല. വിശ്വാസത്തിൻ്റെ പാതയിലൂടെ സഞ്ചരിക്കുന്നവരെ മാത്രമേ
മാത്രമേ ഒരത്ഭുത വിശ്വാസത്തിലേക്ക് നയിക്കുകയുള്ളൂ. എന്നാൽ എളിമയില്ലാത്തവരെ ഈശ്വര നിന്ദയിലേക്കായിരിക്കും നയിക്കുക. വിശ്വാസം എപ്പോഴും വെളിപ്പെടുത്തുന്നത് ആത്മാവിൻ്റെ എളിമയാണ്. അതിനാൽ മാനുഷികമായ രീതിയിൽ പ്രവർത്തിക്കുകയെന്ന ആപത്ത് ഒഴിവാക്കുകയാണ് വേണ്ടത്. യാതൊരുവിധ അടയാളം കൊണ്ടും അതിനെ മാറ്റിയെടുക്കുവാൻ കഴിയുകയില്ല. ഒരത്ഭുതത്തിനും അവരെ വിശ്വാസികളാക്കാനോ നല്ലവരാക്കാനോ സാധിക്കുകയില്ല. അത് കാര്യമാക്കേണ്ടതില്ല. ഞാൻ എൻ്റെ ദൗത്യം പൂർത്തീകരിക്കുകയാണ്. അവർ തങ്ങളുടെ ദുർവിധിയുടെ പാത പിന്തുടരുകയും ചെയ്യുന്നു. എങ്കിൽ പിന്നെ അങ്ങ് അപ്രകാരം ചെയ്യാത്തത് എന്തുകൊണ്ടാണ്? എന്തെന്നാൽ ഞാൻ നന്മയാണ്. കൂടാതെ ഞാൻ ശത്രുക്കളോട് പ്രതികാരം ചെയ്യുന്നവനോ അവരോട് ശണ്ട കൂടുന്നവനോ ആണെന്ന് മറ്റുള്ളവർ പറയാൻ ഇടവന്നുകൂടാ. ഞാൻ അവരുടെ തലയിൽ കൽക്കരി കൂന കൂട്ടുകയാണ്. അങ്ങനെ ചെയ്യാൻ അവർ തന്നെ എനിക്ക് അവസരം ഉണ്ടാക്കിത്തരികയും ചെയ്യുന്നു. അതിനാൽ ശെമയോന്റെ പുത്രനായ യൂദാസേ, നല്ലവനായിരിക്കുക. അവർ ചെയ്യുന്നത് പോലെ നിങ്ങൾ ചെയ്യാതിരിക്കുക. അതൊക്കെ കഴിഞ്ഞു. നമുക്കിനി എൻ്റെ അമ്മയുടെ അടുത്തേക്ക് പോകാം. ഞാനൊരു കുഞ്ഞിനെ സുഖമാക്കി എന്ന് കേൾക്കുമ്പോൾ എൻ്റെ അമ്മയ്ക്ക് സന്തോഷമായിരിക്കും.